Hello students, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് trigonometry കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് position of angles which are multiples of 90 degrees. Position of angles which are multiples of 90 degrees. നമ്മൾ ഇവിടെ കണ്ടു this is 1 into 90 degrees. ഇവിടെയാണ് ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. OX in start 1 into 90 degrees. ഇവിടെ വരുമ്പോൾ 2 into 90 degrees, that is 180, that is 1 into 180 degrees. ഇവിടെ 3 into 90 degrees. ഇവിടെ 4 into 90 degrees, അല്ലെങ്കിൽ 4 into 90 is same as 2 into 180 degrees. നമ്മൾ 0 degree start ചെയ്യും. 4 into 90 degrees, പിന്നെ ഇവിടെ 5 into 90 degrees. അത് റൊട്ടേഷൻ ആണ്. 190, 2, 3, 490, 590, പിന്നെ 690, then 790, പിന്നെ ഇവിടെ വരുമ്പോൾ അത് 790 ആവും, പിന്നെ 890, പിന്നെ 990, ഇവിടെ 990, 9 into 90 degrees, 10, ഇവിടെ വരുമ്പോൾ 1190 degrees. അങ്ങനെ ആ റൊട്ടേഷൻ അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ രണ്ടും വരുന്ന ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ്, ഇവിടെ വരുന്ന ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് 180 ഡിഗ്രി, അടുത്തത് 4 into 180 ഡിഗ്രി ആണ്, ആൻഡ് 6 into 180 degrees ആൻഡ് സോ ഓൺ. ഇവിടെ വരുന്ന ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 180 degrees, പിന്നെ 5 into 180 degrees ആൻഡ് സോ ഓൺ. ഇവിടെ രണ്ടും വരുന്ന ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 90 degrees ആണ്. ചില ഓഡ് മൾട്ടിപ്പിൾസ് 1, 5, 9 എക്സെട്ര അതെല്ലാം ഇവിടെയാണ്. പോസിറ്റീവ് വൈ ആക്സിസ് 390, 790, 1190 ആ ആംഗിൾസ് എല്ലാം റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ പൊസിഷൻസ് നമ്മൾ, ഇത് പോസിറ്റീവ് വൈ ആക്സിസ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ്, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ പോസിറ്റീവ് വൈ ആക്സിസിൽ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ആംഗിൾസ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആംഗിൾസ്, റൊട്ടേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ ആ ആംഗിൾസ് എല്ലാം ഈ ഫോം ആയിരിക്കും. 1 into 90 degrees, 5 into 90 degrees, 9 into 90 degrees, പിന്നെ അടുത്തത് 13 into 90 degrees. കാരണം ഇവിടെ 1190, പിന്നെ 1290, പിന്നെ 1390 അങ്ങനെ പോകും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പിന്നെ ഈ ഓരോ ആംഗിൾസിന്റെയും സൈൻ കോസ് കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. നിങ്ങൾക്കറിയാം ആ 4 പോയിന്റ്സ് വെച്ച് 1 0, 0 1, -1 0, 0 -1. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആംഗിൾസിന്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് 180 ഡിഗ്രീസിന് സൈൻ 0യും കോസ് -1, ആദ്യത്തെ കോസും പിന്നെ സൈനുമാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആംഗിൾസിന് സൈൻ 1, കോസ് 0. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 90 ഡിഗ്രീസ് അല്ലെങ്കിൽ ഒരു ആംഗിളിന്റെ പൊസിഷൻ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വരുമ്പോൾ അത് 90 ഡിഗ്രിയാണ്. അല്ല, അത് കുറച്ച് മുന്നേ ആണെങ്കിൽ, അതിന് കുറച്ച് മുന്നേ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അവിടെ വരെ വന്നില്ലെങ്കിൽ ഇത് 90യേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഇതിന് 90 എന്ന് പറയുമ്പോൾ 1 into 90 degrees മൈനസ് an angle theta. ആ theta ഒരു acute angle, like suppose 80 ഡിഗ്രി ആണെങ്കിൽ, ഇത് 80 ഡിഗ്രി ആണെങ്കിൽ അത് നമുക്ക് 1 into 90 degrees മൈനസ് 10 ഡിഗ്രീസ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾസിനെ 1 into 90 degrees മൈനസ് തീറ്റ, where theta is an acute angle. acute angle എന്ന് പറഞ്ഞാൽ 0യ്ക്കും 90 ഡിഗ്രീസിനും ഇടയ്ക്കുള്ള ഒരു ആംഗിളിലാണ് acute angle എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇത് 3 into 90 degrees ആണ്. ഇത് ഫസ്റ്റ് 1 into 90 degrees, പിന്നെ തിരിച്ച് വീണ്ടും അടുത്ത റൊട്ടേഷൻ ഇവിടെ വരുമ്പോൾ അത് 3 into 90 ആണ്. അല്ല, ആ റൊട്ടേഷൻ അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഒരു ആംഗിൾ ആണ്. അപ്പോൾ അതിന് നമുക്ക് 3 into 90 degrees മൈനസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ അടുത്ത റൊട്ടേഷൻ വരുമ്പോൾ 5 into, not 3 into 90, this is 5 into 90 actually. 190, 290, 390, 490, 590 ആണ് അടുത്ത ഇവിടെ വരുന്നത്. അതിന് മുന്നേ 590 മൈനസ് തീറ്റ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഈസ് 9 into 90 degrees മൈനസ് തീറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗിൾസ് എല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിലായി.
അപ്പോൾ ഇതിനെ നമ്മൾ പോസിറ്റീവ് y ആക്സിസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പോസിറ്റീവ് y ആക്സിസ് മൈനസ് തീറ്റ, പോസിറ്റീവ് y ആക്സിസിന്റെ പൊസിഷൻസ് ആണ്. പോസിറ്റീവ് y ആക്സിസിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ആംഗിൾസ് ആണ് 1 into 90 degrees, പിന്നെ 5 into 90 degrees, പിന്നെ 9 into 90 degrees, പിന്നെ 13 into 90 degrees. ഈ ആംഗിൾസ് എല്ലാം പോസിറ്റീവ് y ആക്സിസിൽ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിന് തൊട്ട് മുന്നേ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ 1 into 90 minus theta, 5 into 90 minus theta, 9 into 90 minus theta, 13 into 90 minus theta. ഈ ആംഗിൾസ് എല്ലാം ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പൊസിഷൻസ് എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലെ ആംഗിൾസ് നമുക്ക് 1 into 90 degrees minus theta എഴുതാം. അല്ലെങ്കിൽ വീണ്ടും പോസിറ്റീവ് y ആക്സിൽ വരുന്ന 5 into 90 degrees minus theta, വീണ്ടും വരുന്ന 9 into 90 degrees minus theta, അടുത്ത 13 into 90 degrees minus theta. ഈ ആംഗിൾസ് എല്ലാം ഫസ്റ്റ് ക്വാർട്ടറിലെ ആംഗിൾസ് ആയിരിക്കും. കാരണം ഈ മൾട്ടിപ്പിൾസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ മൈനസ് ആൻഡ് അക്യൂട്ട് ആംഗിൾ പറയുമ്പോൾ അതിന് മുന്നേ സ്റ്റോപ്പ് ആവും. അപ്പൊ ഇതെല്ലാം ഫസ്റ്റ് ക്വാർട്ടറിലെ ആംഗിൾസ് ആണ്. അതുപോലെ പ്ലസ് ആകുമ്പോൾ 1 into 90 degrees plus theta, പ്ലസ് ആകുമ്പോൾ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകും. അപ്പോൾ പ്ലസ് തീറ്റ അത് സെക്കൻഡ് ക്വാർട്ടറിൽ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 degrees, അത് 1 into 90 degrees plus 10 degrees. അപ്പോൾ ഇത് ഇവിടെ വരെ വരുമ്പോൾ ഒരു 90 ആവും, പിന്നെ ഒരു 10 ഡിഗ്രി ഇവിടെ. അപ്പോൾ അത് സെക്കൻഡ് ക്വാർട്ടറിലെ ആംഗിളാണ്. അതുപോലെ ഇതെല്ലാം പ്ലസ് ആണെങ്കിൽ അത് സെക്കൻഡ് ക്വാർട്ടറിലെ ആംഗിളാണ്. 5 into 90 degrees plus theta, 9 into 90 degrees plus theta, 13 into 90 degrees plus theta. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗിൾസ് എല്ലാം സെക്കൻഡ് ക്വാർട്ടറിലെ ആംഗിൾസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ 180 ആണ്. 1 into 180 ഡിഗ്രി മൈനസ് തീറ്റ. 180 ആകുമ്പോൾ ഇവിടെയാണ്. 180 മൈനസ് തീറ്റ പറയുമ്പോൾ അവിടെ വരെ വരില്ല. കാരണം ഇതാ ഇവിടെ വരെയാണ് 180. 180ക്ക് മുന്നേ സ്റ്റോപ്പ് ചെയ്യും. മൈനസ് തീറ്റ ആണെങ്കിൽ 180 minus a 180 degrees minus a 20 degree 160 degree. ഈ 160 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180 വരെ വരില്ല, ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അതും ഇപ്പൊ ഈ 1 into 180 minus തീറ്റ അത് സെക്കൻഡ് ക്വാർട്ടറിലെ ആംഗിൾ ആണ്. പിന്നെ ഇവിടെ വരുന്നത് 3 into 180 ആണ്. ഓൾ മൾട്ടിപ്പിൾസ് 3 into 180 minus തീറ്റ, പിന്നെ 5 into 180 minus തീറ്റ. ഇതെല്ലാം സെക്കൻഡ് ക്വാർട്ടർ, ഇതും സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും. തേർഡ് ക്വാർട്ടറിലോട്ട് വരുമ്പോൾ ഈ 180 പ്ലസ് ആയി മാറും. ഇതിലൂടെ പ്ലസ് തീറ്റ ആകുമ്പോൾ അത് ഇങ്ങോട്ട് മാറും. 1 into 180 ഡിഗ്രി പ്ലസ് തീറ്റ, 3 into 180 ഡിഗ്രി പ്ലസ് തീറ്റ, 5 into 180 ഡിഗ്രി പ്ലസ് തീറ്റ ആൻഡ് സോ ഓൺ. ഇനി ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പൊസിഷൻ ഇതാണ്. 5 into 90 degrees, 3 into 90 degrees, പിന്നെ 7 into 90 degrees, പിന്നെ 11 into 90 degrees and so on. അതാണ് ഈ പൊസിഷൻ. അപ്പോൾ അവിടെ ഒരു മൈനസ് ആണെങ്കിൽ അവിടെ വരെ വരില്ല, അതിന് മുന്നേ നിൽക്കും. മൈനസ് ആണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ അത് തേർഡ് ക്വാർട്ടറിലെ ആംഗിൾ ആയിരിക്കും. അപ്പോൾ 3 into 90 degrees മൈനസ് തീറ്റ, 7 into 90 degrees മൈനസ് തീറ്റ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള ആംഗിൾസ് എല്ലാം സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടറിലെ ആംഗിൾസ് ആയിരിക്കും. അല്ല, ഇവിടെ പ്ലസ് ആകുമ്പോൾ അത് ഫോർത്ത് ക്വാർട്ടറിലെ ആംഗിൾസ് ആവും. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾക്കറിയാം 360 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ 2 into 0 ഡിഗ്രി, അല്ലെങ്കിൽ 2 into 180 ഡിഗ്രി. ഈവൻ മൾട്ടിപ്പിൾസ് 4 into 180 ഡിഗ്രി. ഇതെല്ലാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. മൈനസ് ആകുമ്പോൾ അതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഫോർത്ത് ക്വാർട്ടറിലെ ആംഗിൾസ് ആണ്. അപ്പോൾ നമ്മൾ അറിയുന്ന ഇതാണ്. ഈ 4 പൊസിഷൻസ് ഞാൻ പറഞ്ഞു. ഇത് പോസിറ്റീവ് y ആക്സിസ്, ഇത് നെഗറ്റീവ് y ആക്സിസ്, ഇത് പോസിറ്റീവ് x ആക്സിസ്, ഇത് നെഗറ്റീവ് x ആക്സിസ്. അപ്പോൾ തീറ്റ ഈസ് ആൻ acute angle. Theta is an acute angle. For positive y axis
minus theta. ഈ പൊസിഷൻ നമ്പർ 1 into 90, 5 into 90, 9 into 90 അങ്ങനെ. അത് മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. ഈ ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അതുപോലെ പോസിറ്റീവ് y ആക്സിസ് പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് x ആക്സിസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലും സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. നെഗറ്റീവ് x ആക്സിസ് പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് തേർഡ് ക്വാഡ്രന്റ്, ഇങ്ങോട്ട് പോകും. തേർഡ് ക്വാഡ്രന്റ്. അതുപോലെ നെഗറ്റീവ് y ആക്സിസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. നെഗറ്റീവ് y ആക്സിസ് പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആയി പ്ലസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും. അത് ഫോർത്ത് ക്വാഡ്രന്റ്. അതുപോലെ പോസിറ്റീവ് x ആക്സിസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇതാണ് പോസിറ്റീവ് y ആക്സിസ്. മൈനസ് പറയുമ്പോൾ അതിന് മുന്നേ, മൈനസ് പറയുമ്പോൾ ഇങ്ങനെയാണ്, അതിന് മുന്നേ സ്റ്റോപ്പ്. പ്ലസ് എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് പോകും. അപ്പോൾ ഇതെന്താണ് ഫസ്റ്റ് ക്വാർട്ടർ പോസിറ്റീവ് x ആക്സിസ് പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾസ് ഫസ്റ്റ് ക്വാർട്ടറിലെ ആംഗിൾസ് ആയിരിക്കും. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ 3 into 90 degrees minus theta. 3 into 90 എന്ന് പറയുമ്പോൾ this is 190, 290, 390 ഇവിടെയാണ്. മൈനസ് പറയുമ്പോൾ അവിടെ വരെ വരില്ല, അതിന് മുന്നേ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും, അത് തേർഡ് ക്വാഡ്രന്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, 4 into 180 degree minus theta. 4 into 180 എന്ന് പറഞ്ഞാൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 180 ആണ്. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 180 എന്ന് പറയുമ്പോൾ അത് ഇവിടെയാണ്, പോസിറ്റീവ് x ആക്സിസ് ആണ്. ഇത് ആക്ച്വലി പോസിറ്റീവ് x ആക്സിസ് മൈനസ് തീറ്റ. മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ നിൽക്കും. അപ്പോൾ ഏത് ക്വാഡ്രന്റ് ആണ്, അത് ഫോർത്ത് ക്വാഡ്രന്റ് ആംഗിൾ ആണ്. ദാറ്റ്സ് ആൻ ആംഗിൾ ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ്. അല്ല 3 into 180 degree പ്ലസ് തീറ്റ. 3 into 180 എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180 ആണ്. ആ പൊസിഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് x ആക്സിസ് ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് മൂവ് ചെയ്യുന്നത്. മൈനസ് എന്ന് പറയുമ്പോഴാണ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ 3 into 180 പ്ലസ് തീറ്റ, ആ റൊട്ടേഷൻ കുറച്ചുകൂടെ പോകും. അപ്പോൾ അത് ഏത് ക്വാഡ്രന്റ് ആണ്, തേർഡ് ക്വാഡ്രന്റ്. സോ ദാറ്റ്സ് ആൻ ആംഗിൾ ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, അതുപോലെ 5 into 90 degrees plus theta. 5 into 90 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, പോസിറ്റീവ് y ആക്സിസ് ആണ്. അപ്പോൾ പോസിറ്റീവ് y ആക്സിസ് പ്ലസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്, അതായത് പ്ലസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് പോകും, കുറച്ചുകൂടെ പോകും. അത് സെക്കൻഡ് ക്വാഡ്രന്റ് ആംഗിൾ ആണ്. സോ ദിസ് ഈസ് ഹൗ വി ലൊക്കേറ്റ് ആംഗിൾസ് ഇൻ ഡിഫറെന്റ് ക്വാഡ്രന്റ്സ് which are not multiples of 90 degrees. Angles in different quadrants. ഇത് നമുക്ക് അത്യാവശ്യമുണ്ട്. ഇനി വേറൊരു കാര്യമുള്ളത് കോ-റേഷ്യോസ് ആണ്. കോ-റേഷ്യോസ് അല്ലെങ്കിൽ അതിനെ കോ-ഫങ്ഷൻസ് എന്ന് പറയും. കോ-റേഷ്യോസ് ഓർ കോ-ഫങ്ഷൻസ്. ഇവിടെ 3 pairs of co-ratios ആണുള്ളത്. 3 pairs of co-ratios. 3 pairs. മൊത്തം 6 trigonometric ratios ആണ്. 6 trigonometric ratiosനെ 3 pairs ആയിട്ട് മാറ്റും. So 3 pairs of co-ratios അല്ലെങ്കിൽ co-functions. ആ ഫസ്റ്റ് പെയർ ഇതാണ്, sin theta and cos theta. So sin theta and cos theta. So this is one pair of co-ratios. നമ്മൾ പറയും sin theta and cos theta are co-ratios of each other എന്ന് പറയും. sin theta and
cos theta are co-ratios of each other. Meaning, there are sin theta is the co-ratio of cos theta. അതുപോലെ cos theta is the co-ratio of sin theta. So sin theta and cos theta, this is the first pair of co-ratios. For sin ന്റെ co-ratio cos ഉം തിരിച്ച് cos ന്റെ co-ratio sin ഉമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് sin theta and cos theta are co-ratios of each other എന്ന് പറയും. So sin and cos, this is the first pair of co-ratios. രണ്ടാമത്തെ പെയർ എന്ന് പറഞ്ഞതാണ് tan theta and cot theta. So this is the second pair of co-ratios. ഇവിടെയും tan theta and cot theta are co-ratios of each other എന്ന് പറഞ്ഞാൽ tan theta യുടെ co-ratio cot theta യും cot theta യുടെ co-ratio tan theta യും. Okay, അവരുടെ മൂന്നാമത്തെ പെയർ ഇതാണ് sec theta and cosec theta. ഈ കോ വരുന്നതുകൊണ്ടാണ് അതിനെ co-ratio sec and cosec. tan and ഈ cot എന്ന് പറഞ്ഞാൽ cot tan എന്നാണ്, cot tan. അവരുടെ sin and cosine അതാണ് co-ratios. അപ്പോൾ sec theta യുടെ co-ratio cosec ഉം cosec theta യുടെ co-ratio sin. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് co-ratios of each other. ഇനി നമുക്ക് അറിയേണ്ടത്, ഇന്നലെ നമ്മൾ കുറെ വാല്യൂസ് കണ്ടായിരുന്നു, sin 30 cos 30 അതെല്ലാം യൂസ് ചെയ്ത് കുറെ ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് കാണുന്നത് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. സപ്പോസ് സൈൻ ഓഫ് 3 into 90 degrees plus say 30 degrees. This angle, actually this is 270 plus 30, that is 300. This 300 degree. But actually this is sin 300. Okay, sin 300 degrees. That is sin, this is 3 into 90 degrees plus 30 degrees. ഇത് ഈ ബ്രേക്കപ്പ് കിട്ടുന്നതിന് ഈ 300നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇന്നലെ നമ്മൾ അത് കണ്ടു, കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടു. ഇനി ആദ്യം അതിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണം. 3 into 90 അത് നെഗറ്റീവ് y ആക്സിസ് ആണ്. ഇവിടെയാണ് 3 into 90 പ്ലസ്. ഞാൻ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് മൂവ് ചെയ്യും, കുറച്ചുകൂടെ മൂവ്. 3 into 90 ആകുമ്പോൾ ഇവിടെ വന്നിരിക്കും 190 290 390. ഇവിടെ കുറച്ചുകൂടെ വേണം പ്ലസ് 30. അപ്പോൾ 390 ഇവിടെ നിൽക്കും, പ്ലസ് 30 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പോകണം. അപ്പോൾ അതേത് ക്വാഡ്രന്റ് ആണ്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ഈ ആംഗിൾ ഫോർത്ത് ക്വാഡ്രന്റിലെ ഒരു ആംഗിളാണ്. അതിന്റെ സൈൻ ആണ് വേണ്ടത്. ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്കറിയാം സൈൻ തീറ്റ നെഗറ്റീവ് ആണ്. അത് നമ്മൾ ഇന്നലെ കണ്ടു, ASTC. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത് കോസ് ആണ്, അവിടെ സൈൻ നെഗറ്റീവ് ആണ്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ആ സൈൻ ആദ്യം ഫിക്സ് ചെയ്യും. ഇനി ഈ y ആക്സിസ് പ്ലസ് ഓർ മൈനസ് ആകുമ്പോൾ ഈ സൈൻ അതിന്റെ co-ratio ആയിട്ട് മാറും, കോസ് ആയിട്ട് മാറും. എന്നിട്ട് പിന്നെ ഏതാണ് ഇത് മാത്രം എഴുതിയാൽ മതി. ഇതല്ല, ഈ മൾട്ടിപ്പിൾ ഓഫ് 90 കളഞ്ഞിട്ട് ഇത് മാത്രം എഴുതിയാൽ മതി. സോ മൈനസ് cos 30. മൈനസ് cos 30 നിങ്ങൾക്കറിയാം, cos 30 നമുക്കറിയാം, ദാറ്റ് ഈസ് √3/2. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആദ്യം ഈ 300നെ 90യുടെ ഒരു മൾട്ടിപ്പിൾ, 90യുടെ ഓഡ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 180യുടെ മൾട്ടിപ്പിൾ ആയിട്ട് മാറും. അത് നമ്മൾ ഇന്നലെ കണ്ടു. പ്ലസ് അനക്യൂട്ട് ടൈം. എന്നിട്ട് ഇതിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണം. അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്, ആ സൈൻ കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ പോസിറ്റീവ് y ആക്സിസ് പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ആ റേഷ്യോ അതിന്റെ co-ratio ആയിട്ട് മാറും, സൈൻ കോസ് ആയിട്ട് മാറും. പിന്നെ ഈ മൾട്ടിപ്പിൾ ഓഫ് 90 കളയാം, 30 ഡിഗ്രി. So minus cos 30 degrees, that is cos 30 √3/2. ഇത് വേറെ ഞാൻ പറയാം, cos of say 3 into 180 degrees plus theta. Actually this is say plus 45 degree. Actually 3 into 180 എന്ന് പറയുമ്പോൾ അത് 540 ആണ്. 540 plus 45 585. Say cos 585 degree. അപ്പോൾ ഈ 585നെ നമ്മൾ ഇതിങ്ങനെ മാറ്റാം. എങ്ങനെ മാറ്റുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി ഈ 545നെ നമ്മൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 90
hold on. 540, 585, 45, 85. അപ്പോൾ 96 are 540, പിന്നെ ബാക്കി വരുന്നത് 940. അപ്പോൾ ഇതിനെ നമുക്ക് ഈ 585 6 into 90 plus 45 എന്ന് എഴുതാം. ഈ 6 into 90 എനിക്ക് 3 into 180 തരാം. ഇവിടെ നിന്ന് 2 എടുത്ത് ഇതിനെ 180 ആക്കി പ്ലസ് 45 180 മൾട്ടിപ്പിൾ ആക്കിയത് അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇനി ഈ പൊസിഷൻ 3 180 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180 ഇവിടെയാണ്. പ്ലസ് പറയുമ്പോൾ ഇവിടെ തേർഡ് ക്വാർട്ടറിലാണ്. തേർഡ് ക്വാർട്ടറിൽ ടാൻ ആണ് പോസിറ്റീവ്, അതുകൊണ്ട് കോസ് എന്താണ് നെഗറ്റീവ്. സൈൻ ഡിസൈഡ് ചെയ്തു. ഇനി ഈ എക്സ് ആക്സിസ് പ്ലസ് ഓർ മൈനസ് തീറ്റ ആണെങ്കിൽ ഈ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല, കോറേഷ്യോ ആവില്ല, അത് കോസ് തന്നെയായിരിക്കും. അപ്പൊ എന്നിട്ട് ഇത് കളയാം, പിന്നെ ഇത് മാത്രമേ എഴുതിയാൽ മതി. സോ മൈനസ് കോസ് 45 ഡിഗ്രി, ദാറ്റ് ഈസ് കോസ് 45. നിങ്ങൾക്കറിയാം അത് 1/√2 ആണ്. കൂടുതൽ എക്സാമ്പിൾസ് എഴുതുമ്പോൾ അത് ക്ലിയർ ആവും. സോ സ്റ്റാൻഡ് say 4 into 180 degree minus 30 degree. 4 into 180 എന്ന് പറയുന്നത് 720 ആണ്. 720 minus 30 690. Actually this is tan 6, this is 690. 690 degrees. അപ്പോൾ ഈ സ്പ്ലിറ്റ് അപ്പ് കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് ഈ 690 നമ്മൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ 97 are this is 60. ഓക്കെ ഓക്കെ വേണം, അപ്പോൾ ആ ബ്രേക്കപ്പ് വേണം. സോ ഇതിനെ നമുക്ക് ടാൻ 7 into 90 degrees plus what 60 degrees. അപ്പോൾ ഈ 690 ഡിഗ്രീസിനെ നമുക്ക് 7 into 90, that is 630 plus 60 എഴുതാം. ഇനി അതിന്റെ പൊസിഷൻ ഇതെവിടെയാണ്? 790, this is 1 3 190 390 590 790. ഇവിടെയാണ് 790. ഓക്കെ, ഇതിനെ 190 പിന്നെ 390 പിന്നെ 590 പിന്നെയാണ് 790. ഇവിടെയാണ് 790 പ്ലസ് 60. പ്ലസ് പറയുമ്പോൾ അങ്ങോട്ട് പോകും. ഇത് ഫോർത്ത് ക്വാർട്ടർ ആണ്. ഫോർത്ത് ക്വാർട്ടറിൽ ടാൻ എന്താണ്? നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാർട്ടറിൽ ടാൻ നെഗറ്റീവ് ആണ്. ഇനി ഇവിടെ ഈ y ആക്സുമായിട്ടാണ് ലിങ്ക് വന്നിരിക്കുന്നത്. y ആക്സ് ഇത് y ആക്സ് ആണ്. y ആക്സ് ആയിട്ടാണ് ലിങ്ക് വരുന്നതെങ്കിൽ ഈ ടാൻ അതിന്റെ കോറേഷ്യോ ആയി കോട്ടായി മാറും. പിന്നെ ഇതങ്ങ് കളയാം, പിന്നെ അതേ ചെയ്യുന്നത് cot 60 degrees. ഇതിന്റെ വാല്യൂ കാണാൻ ആദ്യം ടാൻ 60 എന്താണെന്ന് നോക്കും. കോട്ടിന്റെ വാല്യൂ കാണാൻ ആദ്യം ടാൻ 60 ആണ് നോക്കേണ്ടത്. ടാൻ 60 ഡിഗ്രി √3 ആണ്. അങ്ങനെയാണെങ്കിൽ cot 60 എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആണ്, ദാറ്റ് ഈസ് മൈനസ്. സോ cot 60 1/√3. സോ ദ വാല്യൂ ഓഫ് ടാൻ 690 degrees is minus 1/√3. ഇതൊക്കെ ഇപ്പോൾ സൈൻ 5 into 180 degree plus 60. 5 into 180 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180 അത് ഇവിടെയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോൾ അത് തേർഡ് ക്വാർട്ടറിലാണ്. തേർഡ് ക്വാർട്ടറിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇത് എക്സ് ആക്സ് ആയതുകൊണ്ട് റേഷ്യോ ചേഞ്ച് ചെയ്യില്ല. ഇവിടെ y ആക്സ് ആണെങ്കിലാണ് ഈ റേഷ്യോ കോറേഷ്യോ ആണ്. ഇത് എക്സ് ആക്സ് ആണ്. ആക്ച്വലി ഇത് നെഗറ്റീവ് എക്സ് ആക്സ് ആണ്. പ്ലസ് 60 ഡിഗ്രി, അത് തേർഡ് ക്വാർട്ടറിലാണ്. അവിടെ സൈൻ നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. ഇനി ഇതൊക്കെ കളയാം, റേഷ്യോ മാറില്ല, സെയിം റേഷ്യോ തന്നെയാണ്. അപ്പോൾ സൈൻ ആയിട്ട് തന്നെ മൈനസ് സൈൻ 60, that is minus √3/2. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഞാൻ എഴുതാം. അപ്പോൾ സെക് 5 into 90 degrees minus theta minus say minus 45 degree. Okay, 590 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 190 390 590 മൈനസ് പറയുമ്പോൾ ക്ലോക്ക് വൈസ് അങ്ങോട്ട് പോകും. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവ് ആണ്. ഇനി ഇതൊക്കെ കളയാം. ഇനി അത് ഇത് y ആക്സിസ് ആയതുകൊണ്ട്
sec അതിന്റെ കോറേഷ്യോ മാറും. കോറേഷ്യോ എന്താണ്? cosec. cosec 45. cosec 45 ആണ് ആദ്യം sin 45 ആണ്. കാരണം cosec സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ വരാൻ ആദ്യം sin 45 ന്റെ വാല്യൂ ആണ് നോക്കുന്നത്. sin 45 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ cosec 45 അതിന്റെ റെസിപ്രോക്കൽ അത് √2 ആണ്. The cosec say 7 into 90 degrees minus 30 degree. 790 ഇതാണ് ഇവിടെയാണ്. 190, 390, 590, 790 ഇവിടെയാണ്. അപ്പോൾ ഇത് y ആക്സിസ് ആണ്. ഇവിടെയാണ്. മൈനസ് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് മൈനസ് പറയുമ്പോൾ അവിടെ വരുമ്പോൾ അതിന് മുന്നെയാണ് ക്ലോക്ക് വൈസ്. അപ്പോൾ അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ഇവിടെ ടാൻ ആണ് പോസിറ്റീവ്, ടാനും കോട്ടുമാണ് പോസിറ്റീവ്. ഞാൻ പറഞ്ഞ റേഷ്യോ അതിന്റെ റെസിപ്രോക്കലുമായിരിക്കും പോസിറ്റീവ്. അപ്പോൾ ടാൻ ആണ് പോസിറ്റീവ്, ടാനും കോട്ടും ഇത് cosec ആണ്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആണ്. ഇനി ഇത് y ആക്സിസ് ആയതുകൊണ്ട് cosec അതിന്റെ കോറേഷ്യോ മാറും. cosecന്റെ കോറേഷ്യോ sec ആണ്. പിന്നെ ഇതാ കാണിക്കുന്നത് ഇത് മാത്രം എഴുതിയാൽ മതി. sec 30 മൈനസ് മൈനസ് അവിടെയുള്ള മൈനസ് sec 30 ആണ്. cos 30 എന്തോന്നു? cos 30 √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ sec 30 എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 2/√3. Because suppose 5 into 180 degrees plus 60 degree. 5 into 180 multiple of 180 ആണെങ്കിൽ അത് x ആക്സിസ് ആയിരിക്കും. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 180 ആണ്. അപ്പോൾ ഇവിടെയാണ് 5 into 180 അവിടെയാണ്. 5 into 180 ഇവിടെയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടും. അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. ഇത് x ആക്സിസ് ആയതുകൊണ്ട് തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. ഇവിടെ ടാൻ ആണ് പോസിറ്റീവ്, കോസ് നെഗറ്റീവ് ആണ്. ഇത് x ആക്സിസ് ആണെങ്കിൽ ഈ റേഷ്യോ ചേഞ്ച് ചെയ്യില്ലാതായ മതി. ഇത് x ആക്സിസ് ആണ്. x ആക്സിസ് ആണെങ്കിൽ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല, സെയിം റേഷ്യോ കോസ് തന്നെയാണ്. cos 60 degree. cos 60 1/2 ആണ്. സോ മൈനസ് 1/2 degree. sin 8 into say 180 degrees minus 45 degree. 8 into 180 degree. ഇത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 180 ആണ്. അപ്പോൾ അത് പോസിറ്റീവ് x ആക്സിസ് ആണ്. ഇവിടെയാണ് അത് x ആക്സിസ് ആണ്, പോസിറ്റീവ് x ആക്സിസ്. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 180 ഇവിടെയാണ്. മൈനസ് പറയുമ്പോൾ അതിന് മുന്നെയാണ്. മൈനസ് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. അപ്പോൾ അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് x ആക്സിസ് ആയതുകൊണ്ട് ഈ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല, അത് സൈൻ തന്നെയായിരിക്കും. പിന്നെ ഇതാണ് കളയും മൈനസ് സൈൻ 45 degree. So that is minus 1/2. Cot 3 into 7 into 90 degrees plus say 45 degree. Okay, 7 into 90 multiple odd multiple of 90 ആണ്. അപ്പോൾ അത് ഒന്നുകിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ. ഇവിടെ 1 3 5 7 ഇവിടെയാണ് 7 into 90. പ്ലസ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് ആണ് പോസിറ്റീവ്, കോസും സീക്കും അതിന്റെ റെസിപ്രോക്കൽ ആണ് പോസിറ്റീവ്, അതിന്റെ കോട്ട് നെഗറ്റീവ് ആണ്. ഇനി ഇത് y ആക്സിസ് ആയതുകൊണ്ട് കോട്ട് അതിന്റെ കോറേഷ്യോ അതിന്റെ കോറേഷ്യോ ടാൻ ആണ്. സോ മൈനസ് ടാൻ 45. പിന്നെ ഇത് കളഞ്ഞിട്ട് 45 മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് മൈനസ് 1. സോ ദിസ് ഈസ് ഹൗ വി ഫൈൻഡ്. ഐ ടെൽ യു എ കപ്പിൾ ഓഫ് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കൂടെ ഞാൻ എഴുതാം. For sin say 7 into 90 degrees plus 60 degree. 790 1 3 5 7 ഇവിടെയാണ്. 190 390 5 1 3 5 7 ഇവിടെയാണ്. സോറി, ഓക്കെ. 190 390 പിന്നെ 5 7 ഇവിടെയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാറും. അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇവിടെ ടാൻ ആണ്, സോറി കോസ് ആണ് പോസിറ്റീവ്, സൈൻ നെഗറ്റീവ് ആണ്. ഇത് y ആക്സിസ് ആയതുകൊണ്ട് സൈൻ അതിന്റെ കോറേഷ്യോ ആവും. ഇത് y ആക്സിസ് ആണെങ്കിൽ ആ സൈൻ അതിന്റെ കോറേഷ്യോ കോസ് ആയി മാറും. പിന്നെ ഞാൻ കളഞ്ഞിട്ട് എഴുതിയത് മൈനസ് cos 60 degree.
This is minus 1 by 2. Because say 7 into 180 degree plus say 45 degree. Okay. 7 into 180 odd multiple of 180 ആണ്. അത് ഇവിടെയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ വരും. തേർഡ് ക്വാർട്ടർ ആണ്. അപ്പോൾ ഈ ആംഗിളിന്റെ പൊസിഷൻ പ്ലസ് 45 ഇത് തേർഡ് ക്വാർട്ടർ ആണ്. തേർഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആണ്. അവിടെ tan ആണ് പോസിറ്റീവ്. ഇനി ഇത് x ആക്സിസ് ആയതുകൊണ്ട് ഈ റേഷ്യോ മാറില്ല. സെയിം റേഷ്യോ കോസ്. പിന്നെ ഇതും കളയും. പിന്നെ 45 ഡിഗ്രി. So this is minus cos 45 is 1 by 2. Okay. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആക്ച്വലി ഞാനിവിടെ ഈ മൾട്ടിപ്പിൾ ഓഫ് 90 പ്ലസ് അല്ലെങ്കിൽ 180 അപ്പോൾ ഈ ആംഗിൾ ആണ് ആക്ച്വലി വരുന്നത്. ഇതിപ്പോൾ 630 പ്ലസ് 90. ഇപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഫൈൻഡ് ദ എക്സാക്ട് വാല്യൂ ഓഫ് sin 690 ഡിഗ്രി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 690 ഡിഗ്രീസ്. അപ്പോൾ ആ 690യെ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ആ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യും. അവിടെ പ്ലസ് ആണോ ആ ക്വാഡ്രന്റ് ലൊക്കേറ്റ് ചെയ്യും. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കും. എന്നിട്ട് ഇത് x ആക്സിസ് ആണെങ്കിൽ സെയിം റേഷ്യോ അല്ല y ആക്സിസ് ആണെങ്കിൽ കോ റേഷ്യോ. എന്നിട്ട് ആ മൾട്ടിപ്പിൾ കളയും. എന്നിട്ട് ആ അക്യൂട്ട് ആംഗിൾ മാത്രം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ പ്രിന്റഡ് മെറ്റീരിയലിൽ ഉണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യും. അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോ.